നിങ്ങളൊരു മികച്ച സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടോ? അതും ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മികച്ച ഒരു 6 ഫോണുകളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സത്യമായിരിക്കും പറയുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊന്നും ഇപ്പോൾ ഒരു ഭയങ്കര മികച്ച ഫോണുകളൊന്നും കിട്ടില്ല എന്നുള്ള സത്യമാണ്. പിന്നെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ വേണ്ടി ഒരുപാട് പൈസയൊന്നും ചിലവാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 10,000 രൂപയ്ക്ക് ഫോൺ വാങ്ങാം. പക്ഷേ നമ്മൾ ആ ഫോണിൽ, അങ്ങനെ വാങ്ങുന്ന ഫോണിൽ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകേണ്ടി വരും. ചില ക്വാളിറ്റിയിലും ഒക്കെ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് മികച്ച ഒരു AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണൊന്നും കിട്ടാനില്ല. AMOLED ഡിസ്പ്ലേ ഉള്ള സാംസങ്ങിന്റെ ഫോൺ ഉണ്ട്, സാംസങ് F16 എന്ന് പറയുന്ന ഫോൺ. പക്ഷേ അതിലേക്ക് പോകുമ്പോൾ അവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ച്, വേറെ പല പല കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്കൊക്കെ പോയിട്ട് വരും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ കുറച്ച് നല്ല ഫോണുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഓർക്കണം, ഈ ഫോണുകൾക്ക് ചില കുറവുകൾ ഉണ്ടാകും. ഇതിനകത്ത് ആദ്യം പറയാനുള്ളത് ഇൻഫിനിക്സിന്റെ ഹോട്ട് 50 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉപയോഗിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ ഇൻഫിനിക്സിന്റെ ഏതെങ്കിലും ഒരു ഫോണെങ്കിലും ഒരു വട്ടമെങ്കിലും ഉപയോഗിച്ചാൽ വീണ്ടും ഇൻഫിനിക്സിന്റെ ഫോൺ വാങ്ങാൻ ഇഷ്ടപ്പെടുമെന്നതാണ് സത്യം. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അത് പറയുന്നത്. 6.7 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ, അതും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളത്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ ഈ പറഞ്ഞ പോലെ LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് കൂടുതലും. അതുപോലെ റെസൊല്യൂഷനും HD+ ആയിരിക്കും കൂടുതലും കിട്ടാനുള്ള സാധ്യത. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഏകദേശം 4,00,000 Antutu സ്കോറൊക്കെ സമ്മാനിക്കുന്ന ഒരു പ്രോസറാണ്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ 48 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൽ ഒരു സെൽഫി സെൻസറും ഉണ്ട്. 5000 mAh ബാറ്ററി, 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. മോണോ സ്പീക്കറാണ്. സ്റ്റീരിയോ സ്പീക്കർ ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ കിട്ടാറില്ല. കിട്ടുന്ന ഫോണുണ്ട്, പറയാം. അതുപോലെ പഞ്ച് ഹോൾ ക്യാമറയാണ്, എന്തായാലും വാട്ടർ ഡ്രോപ്പ് അല്ല. 4GB 128GB വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 9,499 രൂപയാണ്. നമ്മൾ ഫോണുകൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ കുറേ ഫോൺ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മേലിലേക്ക് പറയുകയല്ല. അങ്ങനെ നമ്മളൊരു സ്റ്റഡി നടത്തി സെലക്ട് ചെയ്യുന്ന ഫോണുകളുടെ റേറ്റിംഗും കൂടെ ഒന്ന് ചെക്ക് ചെയ്യും. ആമസോണിലോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആളുകൾ വാങ്ങിയിരിക്കുന്ന റേറ്റിംഗ് ഏകദേശം 13,551 പേർ ചേർന്ന് റേറ്റിംഗ് നൽകിയിരിക്കുന്നത് 4.4 ആണ് ഇൻഫിനിക്സ് ഹോട്ട് 50 എന്ന ഈ ഒരു ഫോണിന്. ഒരു നല്ല റേറ്റാണ്. ഇത്രയും പേര് മേടിച്ചിട്ടില്ല അത്ര റേറ്റിംഗ് വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ പേർ, നമ്മളെല്ലാവരും ഫോൺ വാങ്ങുമ്പോൾ എല്ലാവരും റേറ്റിംഗ് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ഈ 13,551 പേർ റേറ്റിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത്രയും റേറ്റിംഗ് കിട്ടി എന്നുള്ളതും വലിയ കാര്യമാണ്. അടുത്തായിട്ട് നമുക്ക് ലിസ്റ്റിൽ പറയാനുള്ള ഫോൺ എന്ന് പറയുന്നത് പോക്കോ പുറത്തിറക്കിയ പോക്കോ M6 എന്ന് പറയുന്ന ഫോണാണ്. ഓർക്കണം, നമ്മൾ ഇന്ന് ഈ പറയുന്ന ലിസ്റ്റിലെ എല്ലാ ഫോണുകളും 5G ഫോണുകളാണ്. 4G ഫോൺ ഒന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. 5G ഫോൺ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 6.74 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിനകത്തും. ഇതും HD+ റെസൊല്യൂഷനെ നൽകുന്നുള്ളൂ. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിനകത്തുള്ളത്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6100+ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്തുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ 50 MB ക്യാമറ, സെൽഫി 5 MB ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 5000 mAh ബാറ്ററി, 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. ഇതും മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. വില എന്ന് പറയുന്നത് 4GB 64ന്റെ വില എന്ന് പറയുന്നത് 8,499 രൂപ, 8,500 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പോക്കോ M6ന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഇനി അതും കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു ബെറ്റർ ഫോൺ നോക്കുന്നെങ്കിൽ നമുക്ക് iQന്റെ C9X എന്ന് പറയുന്ന മോഡൽ ഫോൺ നോക്കാം. 6.72 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ്. നോക്കിയാൽ ഈ ലിസ്റ്റിലുള്ള എല്ലാ ഫോണുകളും LCD ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഫുൾ HD+ റെസൊല്യൂഷൻ ഈ ഒരു ഫോണുണ്ട്. iQ C9X എന്ന് പറയുന്ന ഫോണിന് നമ്മൾ ഇതുവരെ പറഞ്ഞ മറ്റ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെസൊല്യൂഷൻ കൂടുതലാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, അതും വലിയ കാര്യമാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന് പറയുന്ന പ്രോസറാണ്. 5.6 ലാക്ക് ആണ് Antutu സ്കോർ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ലിസ്റ്റിൽ കുറച്ചെങ്കിലും ഗെയിമിങ്ങിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ iQന്റെ C9X ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ആവുക എന്ന് തോന്നുന്നു. 6000 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. 44 വാട്ടിന്റെ ചാർജറും ബോക്സിൽ കിട്ടും. 50 മെഗാ പിക്സൽ ക്യാമറ ബാക്കിലും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുമാണ് നൽകിയിരിക്കുന്നത്. 4GB 128ന്റെ വില 10,999 രൂപയാണ്. ഞാൻ 10,000 രൂപ പ്രൈസ് റേഞ്ച് ആണ് പറയുന്നത്. അപ്പോൾ എല്ലാം 10,000-ൽ താഴെ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളാണ് പറയുന്നത്. ഇതിന്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 5,989 പേർ ചേർന്ന് 4.4 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇതും നല്ല ഫോൺ തന്നെയാണ് iQ C9X. അടുത്തതായിട്ട് പോക്കോയുടെ M6 നമ്മൾ പറഞ്ഞു. അതിന്റെ കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡഡ് സാധനം പോക്കോ M6+ എന്ന് പറയുന്ന 5G ഫോൺ. ഇതിന്റെ വില അതുകൊണ്ട് തന്നെ ഒരു അല്പം കൂടുതലാണ്. 10,499 രൂപയാണ്. നമ്മൾ 10,000 പ്രൈസ് റേഞ്ചിലെ ഫോണുകളാണ് പറയുന്നത്. 6.7 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ. ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്. നേരത്തെയുള്ള ഫോണുകളിലൊക്കെ HD+ റെസൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 108 MB പ്രൈമറി സെൻസർ, അതൊരു വലിയ ഹൈലൈറ്റ് ആണ് ഈ ഒരു ഫോണിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ. അതുപോലെ തന്നെ 2 MB മാക്രോ ഉണ്ട്. 13 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്.
5030 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ തന്നെ മോണോ സ്പീക്കറാണ്, പക്ഷേ 5 ഹോൾ ക്യാമറയാണെന്നുള്ളത് ഗുണമാണ്. വാട്ടർ ഡ്രോപ്പ് അല്ല. 6GB 128 വില 10,499 രൂപ. ഓക്കെ, 31,825 പേർ ചേർന്ന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 4.2 ആണ്. അപ്പോൾ അത്രയും പേർ റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഫോൺ വാങ്ങുന്ന എല്ലാവരും റേറ്റിംഗ് കൊടുക്കില്ല. നമ്മളൊക്കെ ഫോൺ വാങ്ങി അപ്പോഴേ പോയി റേറ്റിംഗ് കൊടുക്കും ഇല്ല. അപ്പോൾ ഇത്രയും റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർ വാങ്ങിയ ഒരു ഫോണാണെന്ന് മനസ്സിലാവും. അടുത്തത് റിയൽമി പുറത്തിറക്കിയിരിക്കുന്ന റിയൽമി C65 എന്ന് പറയുന്ന 5G ഫോണാണ്. 6.67 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഇവിടെയും. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. IPS LCD ഡിസ്പ്ലേ ആണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മീഡിയടെക്കിന്റെ Dimensity 6300 എന്ന് പറയുന്ന പ്രോസറാണ്. 50 MB ബാക്ക് ക്യാമറ, 8 MB സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നൽകിയിരിക്കുന്നത്. മോണോ സ്പീക്കറാണ്, 5 ഹോൾ ക്യാമറയാണ്. 4GB 128 വില 11,100 രൂപയാണ്. ഇതിന്റെ റേറ്റിംഗ് ഈ പറഞ്ഞ പോലെ 5,364 പേർ ചേർന്ന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 4.2 ആണ്. ഇനി ഈ പ്രൈസ് സെഗ്മെന്റിലെ ബെസ്റ്റ് സാധനം അതാണ് ഇനി പറയാൻ പോകുന്നത്. ഞാനാണെങ്കിൽ ഈ പറയാൻ പോകുന്ന ഫോൺ മേടിക്കും. ഏത് ഫോണാണെന്ന് വല്ല ക്ലൂ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോള പുറത്തിറക്കിയിരിക്കുന്ന Moto G45 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ റേറ്റിംഗ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. 1,24,987 പേർ ചേർന്ന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 4.3 ആണ്. അപ്പോൾ ഇത്രയും പേർ റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ എത്രമാത്രം PC ഒരു ഫോൺ വിറ്റ് പോയിട്ടുണ്ടാവും അല്ലേ. മോട്ടോറോള G45 അടിപൊളി ഫോണാണ്. അതായത് നമ്മൾ ഈ ലിസ്റ്റിൽ ഇതുവരെ പറഞ്ഞ ഫോണുകളെ എല്ലാം നമുക്ക് വേണമെങ്കിലും മറക്കാം. G45ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കേട്ടാൽ തന്നെ ഞെട്ടും. വീഗൻ ലെതർ ഫിനിഷ് ഈ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പ്രീമിയം ബാക്ക് ആണിത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്രൈസ് പോയിന്റ് ആണെന്ന് പറയുകയില്ല. പക്ഷേ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. ഈ പറഞ്ഞ AMOLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒറ്റ ഫോണിലും ഇല്ല. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. Snapdragon 6 Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. 50 MB ക്യാമറ, 2 MBയുടെ ഒരു മാക്രോ ക്യാമറ, 16 MB സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. 5000 mAh ബാറ്ററി, 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് നൽകുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ്. നോക്കി, ഇന്ന് പറഞ്ഞ വേറെ ഒരു ഫോണിലും മോണോ സ്പീക്കറുകളായിരുന്നു. ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ്, 5 ഹോൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 4GB 128 10,999 രൂപ, 11,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാം. അപ്പോൾ ഇത്രയും ഫോണുകളാണ് 10,000 രൂപയ്ക്ക് വാങ്ങാൻ നല്ല ഫോണുകൾ. ഇതിനകത്ത് ഞാൻ ഏതെടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മോട്ടോറോള G45 ഞാൻ മുന്നോട്ട് പോകും.